Hi dear student, this is the third part of the subject ME 403 Advanced Energy Engineering. In the last presentation we were discussing about the global energy scenario and global energy sources, and we have discussed a major global source of energy, that is coal. Already we have completed. Now the second most important energy source as far as global countries are concerned is oil. We will start the discussion from this one, that is oil. Global oil reserves are almost 60% larger today than the 20 years ago, and production of oil has gone up by 25%. You can see compared to the 20 years back, the source of energy oil is increased by 60% and production has gone up by 25%. That means new sources of energies are invented all over the world. നമുക്കറിയാൻ പറ്റും പല സ്ഥലത്തും റിസർച്ച് നടക്കുകയാണ്. ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വർക്കുകൾ നടക്കുകയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ കോസ്റ്റൽ ഏരിയാസിലും ഓയിൽ റിസർവ്സ് ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 60% 20 വർഷം മുമ്പിലിനെക്കാട്ടിയും 60% കൂടുതൽ ഡെപ്പോസിറ്റ്സ് ഇപ്പോഴും കണ്ടെത്തിയിട്ട് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് 25% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓയിൽ സ്റ്റിൽ ദ പ്രീമിയർ എനർജി source with a wide range of possible applications. Its main use, however, will be the shifting towards transport and the petrochemical sector. So main use is in the transport section as well as the petrochemical sector. In future, oil's position at the top of the energy ladder will be face a strong challenge from other fuels such as natural gases. നമ്മളിപ്പോഴും ഉപയോഗിക്കുന്ന ഓയിലിൽ, അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഡീസലും പെട്രോളും ഒക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഓയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പെട്രോകെമിക്കൽ ഫീൽഡിലും അതുപോലെ ട്രാൻസ്പോർട്ട് സെക്ടറിലുമാണ്. പക്ഷേ അതിൻ്റേതായ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അതിൻ്റെ അവൈലബിലിറ്റിയും കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായാലും ഇതിൻ്റെ കൺസംഷൻ കുറഞ്ഞ് വന്നേ പറ്റൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് അതർ സോഴ്സ് ഓഫ് റിന്യൂവബിൾ സോഴ്സസ് ഈസ് ഹാവിങ് എ ഗ്രേറ്റസ്റ്റ് ചലഞ്ച്. ഓക്കെ, അപ്പോൾ ആ റിന്യൂവബിൾ സോഴ്സിൻ്റെ എനർജി കൺസംഷൻ കൂടുന്നതോറും സ്വാഭാവികമായിട്ടും സംഭവിക്കണം ഓയിലിൻ്റെ കൺസംഷൻ കുറഞ്ഞു വരണം. ഓയിൽ ഈസ് എ മെച്യൂർ ഗ്ലോബൽ ഇൻഡസ്ട്രി വിച്ച് ഓഫേഴ്സ് ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗുഡ് എക്കണോമിക് റിട്ടേൺസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈവൻ വേൾഡ് മാർക്കറ്റ് ഏതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓയിലിൻ്റെ പ്രൈസിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഓയിൽ പ്രൈസ് വിൽ ഡയറക്റ്റ്ലി എഫക്ട് ദി മാർക്കറ്റ്. ആൻഡ് പല കൺട്രീസും അവരുടെ എക്കണോമിക്സിനെ തന്നെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഓയിലിൻ്റെ അവൈലബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, this is the top 5 countries leading in the oil reserves. Venezuela, Saudi Arabia, Canada, Iran, Iraq are the important 5 countries leading in the oil reserve that they have. These are the benefits and drawbacks of the oils. Benefits are currently indispensable for road transport and petrochemical industries. നമുക്കിപ്പം ഇതെന്തായാലും ഇപ്പോൾ കറൻ്റ്ലി എല്ലാ ഓട്ടോമൊബൈൽസും റൺ ചെയ്യുന്നത് മിക്കതും എന്തിലാണ്? ഡീസലും പെട്രോളിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷനും അതുപോലെ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് ബെനിഫിറ്റ് ഈസ് ലീഡിങ് ട്രേഡബിൾ കൊമോഡിറ്റി. ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്നൊരു കൊമോഡിറ്റിയാണ്. ഫ്ലെക്സിബിൾ, ഈസി ടു ട്രാൻസ്പോർട്ട് ഫ്യൂവൽ. ഇസ് വെരി ഈസി ടു ട്രാൻസ്പോർട്ട്. ദാറ്റ് ഇസ് അനദർ ബെനിഫിറ്റ് ആസ് ഫാർ ആസ് ഓയിൽ ഈസ് കൺസേൺ. കോളിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴും ഈസി ട്രാൻസ്പോർട്ടാണ് ഇതിന്. കാരണം അതിൻ്റെ ആ ഒരു ലിക്വിഡ് ഫോം തന്നെയാണ് അതിനത് സാധ്യമാകുന്നത്. അതായത് ലിക്വിഡ് ഫോമിലായതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കോള് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ സ്പേസിൽ നിറച്ചാൽ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാകും? വേക്കൻറ്റ് സ്പേസ് ഇഷ്ടം പോലെ ആയിരിക്കും. അപ്പോൾ കൂടുതൽ വോളിയം വേണ്ടി വരും. കാരണം മറിച്ച് കുറച്ച് ക്വാണ്ടിറ്റി മതി നമുക്ക് റിക്വയർഡ് നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. ഡ്രോബാക്സ് ആർ ഹൈ പ്രൈസ് വോളറ്റിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് geopolitical tensions related to areas of greatest reserves and market dominated by leading oil producers. These are the drawbacks as far as oil is concerned. Okay, high price volatility means നമ്മൾ അതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഹൈ ആണ്. ബാക്കിയുള്ളൊരു ചീപ്പായിട്ട് പറയാൻ പറ്റില്ല. കോളൊക്കെയാണ് ചീപ്പസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ കമ്പയർ ടു കോൾ ദിസ് ഇസ് ഹാവിങ് ഹൈ പ്രൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ചില രാജ്യങ്ങൾ ഒരുപാട് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ത്രെറ്റ്സ് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണുള്ളത്. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഡ്രോബാക്ക്. ഒരുപാട് ഓയിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. സോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആർ ദർ റിലേറ്റഡ് ടു ദിസ് വൺ. ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഡ്രോബാക്ക്. Now coming to the third important global source of energy, that is natural gas.
Natural gas is yet another fossil fuel resource that will continue making significant contribution to the world energy economy. ഇപ്പോൾ നമ്മൾ കോളിനെ പറ്റിയും ഓയിലിനെ പറ്റിയും പറഞ്ഞ പോലെ അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫ്യൂൽ ഈസ് നാച്ചുറൽ ഗ്യാസ്, വൺ ഓഫ് ദ ക്ലീനസ്റ്റ് ഫ്യൂൽ വി ക്യാൻ സേ. ബാക്കി ഏതായാലും ഇപ്പോൾ കോളിനാണെങ്കിൽ എന്താണ് പൊല്യൂഷൻ വെരി ഹൈ ആണ്, CO2 പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് പൊല്യൂട്ടൻസ് എല്ലാം ഏറ്റവും കൂടുതൽ കോളിനാണ്. ദെൻ കംസ് ഡീസൽ ആൻഡ് പെട്രോൾ, ഓയിൽ. അവിടെ ആകുമ്പോഴും എന്താണ് ആഫ്റ്റർ കമ്പഷൻ CO2 ആൻഡ് കാർബൺ റിലേറ്റഡ് products are produced. That means that is harmful for the environment, but considering the natural gas, it is the cleanest source of energy. By products കുറവാണ്, കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള ബൈ പ്രൊഡക്ട്സ് കുറവാണ്. That is the added advantage of natural gas with other sources of energy. The cleanest of all fossil based fuels, natural gas is plentiful and flexible. It is increasingly used in the most efficient power generation technologies such as combined cycle gas turbine with conversion efficiencies of around 60%. See, the conversion efficiency of the fuel is very high. ഈ കൺവേർഷൻ എഫിഷ്യൻസി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി എടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ളതാണ് കൺവേർഷൻ എഫിഷ്യൻസി. ഇപ്പോൾ 60% ഈസ് ദ കൺവേർഷൻ എഫിഷ്യൻസി ഇൻ കമ്പൈൻഡ് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ്സ്. കമ്പൈൻഡ് എന്ന് പറയുന്നത് എന്താ, ബേസ് ആയിട്ടുള്ള കോൾ വെച്ചിട്ടുള്ള പവർ പ്ലാന്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ എന്തും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ബേസ് ലോഡിന് വേണ്ടിയിട്ട് കോളും പീക്ക് ലോഡിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഫ്യൂൽ. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് കമ്പൈൻഡ് പവർ പ്ലാന്റ്സ് എന്ന് പറയുക. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, നാച്ചുറൽ ഗ്യാസിനാണ്. The world is turning its attention to unconventional energies resources. Shale gas is one of them. See, I have given the definition of shale gas here. Shale gas refers to natural gas that is trapped within the shale formation. നമ്മൾ ഭൂമി ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ഭൂമിക്കടിയിൽ പാറകൾ പോലുള്ള ഷെയിൽസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വോയിഡ് ആയിട്ടുള്ള വലിയ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന ഗ്യാസ്, ഒരുപാട് നാച്ചുറൽ ഗ്യാസ് ട്രാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇൻവെൻഷൻസ് റീസെൻ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കപ്പെട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഷെയിൽ ഗ്യാസ് ഫോർമേഷനുള്ളൊരു ഏരിയ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലെൻറ്റി ഓഫ് നാച്ചുറൽ ഗ്യാസ് നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഷെയിൽ ഗ്യാസ് ഈസ് വൺ ഓഫ് ദം. ഇറ്റ് ഹാസ് ടേൺഡ് അപ്സൈഡ് ഡൗൺ ദ നോർത്ത് അമേരിക്കൻ ഗ്യാസ് മാർക്കറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് സിഗ്നിഫിക്കൻറ്റ് സ്ട്രൈഡ്സ് ഇൻ ദ അതർ റീജിയൻസ്. അങ്ങനെയുള്ള ഡെപ്പോസിറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റിയ രാജ്യങ്ങളിൽ എന്താണ് എക്കണോമിക്കലി ഭയങ്കര ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. നമ്മൾ ലക്ക് പോലെ ഇരിക്കും, അല്ലാണ്ട് അതിൽ വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ ഡെപ്പോസിറ്റ്സ്, ഷെയിൽ ഗ്യാസ് ഡെപ്പോസിറ്റ്സ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് very good sign as far as our economy is concerned. Shale gas refers to natural gas that is trapped within the shale formation. Shales are fine-grained sedimentary rocks that can be a rich source of petroleum and natural gases. Okay, now coming to the top 5 countries having natural gas reserves: Russia, Iran, Qatar, Turkmenistan, Saudi Arabia. These are the leading countries, and the quantities are also given. If you are interested, you can go through the slide. And now coming to the benefit and drawbacks of the natural gases. Benefits are cleanest of fossil fuels. Among the fossil fuel, this is the cleanest source of energy. And next one is flexible and efficient fuel for power generation. And the third one is increasing proved reserves, reassessments and shale gases. So there is a lot of scope in this area also. So that are the benefits added to the natural gas. Now coming to the drawbacks. Fields increasingly offshore and in remote area. That is one of the main drawback. നമുക്ക് ഇതിൻ്റെ എവിടെയാണോ ഡെപ്പോസിറ്റ് ഉള്ളത് അതൊക്കെ മിക്കതും എന്താണ്, ഓഫ് ഷോറിലാണ്. നമ്മളെ കരപ്രദേശത്ത് ഒരുപാട് വിട്ടിട്ടാണ്, കടലിലൊക്കെയാണ് വരുന്നത്. അവിടുന്ന് എന്താ പറയുക, അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്താണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ ഡ്രോബാക്ക്. ഹൈ അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒരുപാട് ക്യാപിറ്റൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ഏരിയ ആണിത്. നമുക്കറിയാം, ചിലപ്പോൾ എത്രയോ ഏരിയാസ് കുഴിച്ച് അവിടെ ഒന്നുമില്ലാണ്ട് അത്രയും കോടികൾ നഷ്ടപ്പെട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് തീരുന്നവരെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാട് എക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. ദാറ്റ് ഇസ് എ സെക്കൻഡ് മെയിൻ ഡ്രോബാക്ക്. ഇൻക്രീസിംഗ്ലി ലോങ് സപ്ലൈ റൂട്ട്സ് ആൻഡ് ഹൈ കോസ്റ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഹൈ കോസ്റ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർഡ്. സപ്ലൈ ലൈൻ ഭയങ്കര ഒരുപാട് ലെങ്ത്തിലുള്ള സപ്ലൈ ലൈൻസും ആവശ്യമാണ്. Now next one is that the 3 major energy sources that we have discussed in earlier conventional source of energy. Now coming to the non-conventional source of energy, that is nuclear energy. The nuclear industry has a relatively short history. The first nuclear reactor was commissioned in 1954. Uranium is the main source of fuel for the nuclear reactor. Most of the nuclear reactors are working based on the uranium, and this is the one of the clean source of energy also. Okay, clean source in the sense carbon related byproducts are not produced. In the other hand, radioactivity is one of the biggest threat faced by the human being from the nuclear reactors. So it is very dangerous to handle.
So total nuclear electricity production has been growing during the past 2 decades, but 3 major nuclear accidents have slowed down or even reversed the growth in some countries. നമുക്കറിയാവുന്നതാണ് ഈയിടെ നടന്ന 2-3 ന്യൂക്ലിയർ ആക്സിഡൻറ്റ്, മെയിൻലി ഇൻ ജപ്പാൻ ആൻഡ് ഓൾ. ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുന്ന അപകടങ്ങളെന്ന് വെച്ചാൽ അതൊരു വലിയൊരു ലൊക്കാലിറ്റിയിൽ ആൾക്കാരെ മൊത്തം ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ന്യൂക്ലിയർ ക്ലീനസ്റ്റ് സോഴ്സ് എന്ന് പറയാം. ന്യൂക്ലിയർ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് ഡിസ്പോസ് ചെയ്യാൻ, പെർഫെക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ ഒരുപാട് അങ്ങോട്ട് ന്യൂക്ലിയർ എനർജിയിൽ മിക്ക കൺട്രീസും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ നമ്മളെ മെയിനായിട്ടുള്ള എനർജി പ്രോബ്ലം കംപ്ലീറ്റ് നമുക്ക് എന്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ as far as accidents side on threat to the human being is concerned, it is very dangerous to handle with nuclear energy. So that is the problem. Japan used to be one of the countries with high share of nuclear, 30%. All over the world, total ലോകത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ എനർജിൻ്റെ 30% പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? ജപ്പാനിലാണ്. ഇൻ ഇലക്ട്രിസിറ്റി മിക്സ് ആൻഡ് ഹൈ പ്രൊഡക്ഷൻ വോളിയൂംസ്. The rising cost of nuclear installation and lengthy approval times requires for new installation have had an impact on the nuclear industry. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും സേഫായിട്ട് വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന കോസ്റ്റും അതുപോലെ പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. കാരണം മിക്ക ഏരിയാസ് ഇപ്പോൾ എന്താണ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് അവൈലബിൾ അല്ല, എല്ലാവരുടെയും ആൾക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴെന്താ പ്രശ്നം? നമുക്ക് പെർമിഷൻസ് ഒക്കെ കിട്ടണമെങ്കിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് ലോക്കൽ പ്രോബ്ലംസ് വേറെ ഉണ്ടാവും, ആൾക്കാർ പ്രതിഷേധങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഇതിനെന്താണ്, ഈ സാധനം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൊരു മെയിനായിട്ടുള്ള ഡ്രോബാക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അധികം മിക്ക രാജ്യങ്ങളും ന്യൂക്ലിയർ എനർജിയിൽ അധികം ഡിപ്പെൻഡ് ചെയ്യാത്തത്. നമുക്ക് ഡിപ്പെൻഡ് ചെയ്താൽ പറ്റുകയാണെങ്കിൽ ശരിക്ക് പ്ലെൻറ്റി ഓഫ് എനർജി അവൈലബിൾ ആണ്. കാരണം ചെറിയൊരു ഫിഷൻ റിയാക്ഷനിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് യുറാനിയത്തിൽ തന്നെ നമുക്ക് വി ക്യാൻ പ്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് എനർജി യൂസിങ് വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് യുറാനിയം ബൈ ദ ഫിഷൻ റിയാക്ഷൻ. സണ്ണിൽ നടക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഫ്യൂഷൻ റിയാക്ഷൻ. ഹിയർ ഇറ്റ് ഈസ് കൺട്രോൾഡ് ഫ്യൂഷൻ റിയാക്ഷൻ ഈസ് കോൾഡ് ഫിഷൻ റിയാക്ഷൻ. Okay, these are the top 5 countries in the nuclear power production, that is United States of America, France, Japan, Russian Federation, Korean are the important countries leading in the production. 30%, I have already told, Japan is leading with 30%, but that was in the field of electricity production. Okay, electricity production using nuclear. This table shows the overall production. Okay, that's why America is in the top. These are the benefits and drawbacks. Coming to the benefits: high efficiency, moderate and predictable cost of electricity over the service life. ഒരിക്കൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, പ്രൈസ് ഒരിക്കലും കൂടി പോകാനുള്ള സാധ്യതയൊന്നുമില്ല. മാർക്കറ്റ് വാല്യൂ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. പ്രഡിക്റ്റബിൾ പ്രൈസ് ആയിരിക്കും. നോ CO2 ഡ്യൂറിങ് ലൈഫ് സൈക്കിൾ. ദർ ഇസ് നോ CO2 എമിഷൻ ഡ്യൂറിങ് ദ ലൈഫ് സൈക്കിൾ. ദെൻ ഡ്രോബാക്സ്, നമുക്കൊന്ന് ബെനിഫിറ്റിനെക്കാട്ടും കൂടുതൽ ഡ്രോബാക്സ് ആണ്. ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റൈസിങ് കോംപ്ലയൻസ് കോസ്റ്റസ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഹൈ ആണ്. അത് പ്ലാൻഡ് ആയി വരണമെങ്കിൽ വേണ്ട ചിലവ് വെച്ചാൽ ഭയങ്കര ഹൈ ആണ്. കാപ്പെക്സ് മീൻസ് capital per capital expenditure, that is capex. Okay, so anyway, initial investment, that is what is meant by capex. Next drawback is public concern about operation and final waste disposal. Too much concerned about the operation and final waste disposal. People are too much concerned, so there can be resistance from the people side. That is again a drawback. ആൻഡ് ലയബിലിറ്റീസ് ഇൻ കേസ് ഓഫ് ന്യൂക്ലിയർ ആക്സിഡൻസ്. നമുക്ക് ന്യൂക്ലിയർ ആക്സിഡൻസ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ വെരി ഹൈ ആണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അത്രയും ലാഭങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ആക്സിഡൻസ് ഒന്നും ഇല്ല, പ്രോപ്പറായിട്ട് റൺ ചെയ്ത് പോവുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ലാഭം തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരുന്ന നഷ്ടപരിഹാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് ക്വാണ്ടിറ്റി വിൽ ബി വെരി ഹൈ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് Hydropower. Hydropower provides a significant amount of energy throughout the world and is present in more than 100 countries. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലുള്ളത് ഒന്നെന്താണ്, ഹൈഡ്രോ പവർ ആണ്. കാരണം ഇനീഷ്യൽ, നേരത്തെ ന്യൂക്ലിയറിൽ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വെരി ഹൈ ആണെങ്കിലും പൊല്യൂഷൻസ് ഇല്ല, ക്ലീനസ്റ്റ് സോഴ്സാണ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ചെയ്യുന്നുണ്ട് ഹൈഡ്രോ പവറിന്. ഹൈഡ്രോ പവർ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കില്ലേ, അണക്കെട്ടുകൾ, ഡാമൊക്കെ വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ഹൈഡ്രോ പവർ. അപ്പോൾ ഇതിന് ബാക്കിയുള്ള എനർജീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത്, അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഒത്തു വന്നാൽ മാത്രമേ നമുക്ക് ഹൈഡ്രോ പവർ ജനറേഷൻ പോസിബിൾ ആവുള്ളൂ.
ലാർജ് ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ് പറയുന്നത്. സ്മോൾ സ്കെയിലുള്ളതാണ് ഇപ്പോൾ കൂടുതലും. എൻ്റയർ ഗ്ലോബ് ഇസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ സ്മോൾ സ്കെയിൽ പവർ പ്രൊഡക്ഷൻ. അപ്പം അങ്ങനെയുള്ളത് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ഇപ്പോഴുള്ളതിനെക്കാട്ടും പറ്റും തോന്നുന്നു. അല്ലാത്തപ്പോഴെന്താണ് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, എനിവേ ഹൈഡ്രോ പവർ പ്രൊവൈഡ്സ് എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് എനർജി ത്രൂ ഔട്ട് ദ വേൾഡ് ആൻഡ് ഈസ് പ്രസൻറ്റ് ഇൻ മോർ ദാൻ 100 കൺട്രീസ്. 100 മുകളിൽ കൺട്രീസിൽ ഏതിപ്പോഴും ഓൾറെഡി ഉണ്ട്, ഹൈഡ്രോ പവർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് ഏതായിരുന്നു കോളാണ്, 70 കൺട്രീസിലുള്ളുണ്ട്. പക്ഷേ ഹൈഡ്രോ പവർ എടുക്കുകയാണെങ്കിൽ പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ് കോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കോൺട്രിബ്യൂട്ടിങ് അപ്രോക്സിമേറ്റ്ലി 15% ഓഫ് ദ ഗ്ലോബൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ഓൺലി 15% ഓഫ് ദ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. The top 5 largest markets of hydropower in terms of capacity are Brazil, Canada, China, Russia and United States of America. ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രോ പവർ പ്രൊഡക്ഷൻ നടക്കുന്നത്. In many cases, the growth in the hydropower was facilitated by the lavish renewable energy support policies and CO2 penalties. എന്തുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ CO2 പ്രൊഡക്ഷനും കാര്യങ്ങളും ഇല്ല, ക്ലീനാണ്. അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോഴും അത് വെച്ചിട്ട് ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മാക്സിമം ഹൈഡ്രോ പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചിന്തിക്കുമ്പോൾ വളരെ ഹൈ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ അഡ്വാൻറ്റേജ് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ആർ പ്രൊമോട്ടിങ് ഹൈഡ്രോ പവർ ഓൺലി ബിക്കോസ് ഓഫ് ക്ലീനസ്റ്റ് സോഴ്സ് ഓഫ് പവർ പ്രൊഡക്ഷൻ. വേറെ വേസ്റ്റ് ഇല്ല, പിന്നെന്തില്ല, പൊല്യൂട്ടൻസും ഇല്ല. ഇത് രണ്ടുമാണ് ആരുടെ അഡ്വാൻറ്റേജ്. Over the past 2 decades, the total global installation hydropower capacity has been increased by 55% by the actual generation by 21%. നമ്മൾ മുന്നത്തെ 20 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ മുന്നേയുള്ള 20 വർഷത്തിന് ഇപ്പോഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ 55% ഇൻസ്റ്റാൾമെൻറ്റ് കൂടിയിട്ടുണ്ട്. മീൻസ് അത്രയും ഹൈഡ്രോ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വൈസ് അത്രയും കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പുതിയ ഹൈഡ്രോ പവർ പ്രോജക്ട്സ് വന്നു. പക്ഷേ പവർ പ്രൊഡക്ഷൻ ആ 55% ഇൻക്രീസ് ഉണ്ടായിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് എപ്പോഴും അവൈലബിൾ ആണെന്നില്ല, വാട്ടർ എപ്പോഴും അവൈലബിൾ ആണെന്നില്ല. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഇപ്പോൾ 21% ഇൻക്രീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മെയിൻലി ഡ്യൂ ടു വാട്ടർ ഷോർട്ടേജസ്. ഓക്കെ, ദീസ് ആർ ദ 5 top leading countries. We have already told China, Brazil, United States, Canada and Russia are the leading countries. Now coming to the benefit, low operating cost. ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് ലോ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഹൈ ആണ്. അത് റൈറ്റ് സൈഡ് ഡ്രോബാക്കിലും കാണാൻ പറ്റും, ഹൈ കാപ്പെക്സ്. ദാറ്റ് മീൻസ് capital investment will be very high. Coming to the next benefit, no waste or CO2 emission, that is main advantage. And simple and proven technology. Simple ആണ്, proven technology ആണ്. Simple means in the sense of operation, but installment it is very difficult. High capex are the drawbacks. Coming to the drawback, first one is high capex. Capital investment cost is very high. Significant land requirement for large plants with dams and lakes. A lot of land area is required. Suitable ആയിട്ടുള്ള പ്ലേസ് കിട്ടുക എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ ഇൻക്രീസിലാണ്. ഓൾമോസ്റ്റ് ഓൾ ദ ലാൻഡ്സ് ആർ ഓക്കുപ്പൈഡ് ബൈ ദ ഹ്യൂമൻ ബീങ്. സോ ഗെറ്റിംഗ് സിഗ്നിഫിക്കൻറ്റ് land, proper land is a major drawback. Public resistance due to relocation to microclimate effects. So there will be resistance from the public also. നമ്മളൊരു വലിയ ഏരിയ ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ ഒഴിഞ്ഞു പോകേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ആഡഡ് ഡ്രോബാക്ക് ടു ദ ഹൈഡ്രോ പവർ. അതൊന്നും ഇല്ലെങ്കിൽ നോർമലി പറയുകയാണെങ്കിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സോഴ്സ് ഓഫ് എനർജി പ്രൊഡക്ഷൻ ഈസ് ഫ്രം ദി ഹൈഡ്രോ ഇലക്ട്രിക് പവർ. പക്ഷേ ഇറ്റ് ഓഫ് കോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി അവൈലബിലിറ്റി. ഓക്കെ, എല്ലാവരുടെയും നമുക്ക് തോന്നിയെടുക്കൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിനെല്ലാം കൂടെ ഒത്തുവരുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഹൈഡ്രോ പവർ പ്രോജക്ട്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. Okay, we will continue the discussion in the next presentation.